നമ്മൾ ട്രെയിൻ ചെയ്ത മോഡൽ നമുക്ക് വേറെ ആൾക്ക് ഷെയർ ചെയ്യണം. ആ ആള് വീണ്ടും ഇത് റീട്രെയിൻ ചെയ്യാതെ തന്നെ അയാൾക്ക് ജസ്റ്റ് ഇൻഫറൻസ് പ്രഡിക്ഷൻസ് മാത്രം ചെയ്യാൻ പറ്റണം. അത് നമ്മൾ ചെയ്യുന്നത് യൂഷ്വലി സൈക്കിക് ലേണിൽ ക്രിയേറ്റ് ചെയ്ത മോഡലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിക്ലിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കോലാബിൾസ് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഫയലായിട്ട് അത് സേവ് ആവും. ദെൻ ആ ഫയലിനെ നിങ്ങൾ ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫർദർ പ്രഡിക്ഷൻസ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു പാർട്ട് നിങ്ങൾക്ക് ക്ലിയർ ആണ്, എന്നാലേ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഓക്കെ, അതിന്റെ കോഡ് ഓക്കെ. സോ ബേസിക്കലി ഈ ഒരു നോട്ട്ബുക്ക് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. സോ ഇവിടെ നിങ്ങൾ നേരത്തെ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ യൂഷ്വൽ ഡാറ്റാ സയൻസിൽ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്യുക. അതായത് ഡാറ്റ ക്ലീനിങ്, മിസ്സിംഗ് വാല്യൂസ്, എന്താണ് സ്കെയിലിംഗ്, എൻകോഡിങ്, ഫീച്ചർ എഞ്ചിനീയറിംഗ്, വാട്ട് എവർ. സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് നിങ്ങൾ ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റും ചെയ്ത് നിങ്ങൾ പല മോഡൽസ് ട്രെയിൻ ചെയ്യും. അതിൽ ഹൈപ്പർ പാരാമീറ്റർ ട്യൂൺ ചെയ്ത് ബെസ്റ്റ് മോഡൽ ഐഡന്റിഫൈ ചെയ്യും. അത് ഇവാലുവേറ്റ് ചെയ്യും. അതിൽ ഏറ്റവും ബെസ്റ്റ് മോഡൽ സപ്പോസ് നിങ്ങളുടെ ബെസ്റ്റ് മോഡൽ ഒബ്ജക്ട് വാസ് മോഡൽ. ഓക്കെ, ഞാനിവിടെ ലോജിസ്റ്റിക് റിഗ്രഷൻ ആണ് ഇവിടെ, അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. വേറെ ലൈക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഫോർ ദ പർപ്പസ് ഓഫ് ഡെമോൺസ്ട്രേഷൻ. സോ ഈ ഒരു ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോൾ എന്താണ് നമ്മുടെ ട്രെയിൻ ചെയ്ത മോഡൽ, നമ്മുടെ മോഡൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു വേരിയബിളിലുണ്ട്. ഓക്കെ, സോ ആ മോഡൽ ഒബ്ജക്റ്റ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് നമുക്ക് നല്ല ഹൈ ആക്യുറസി അല്ലെങ്കിൽ വാട്ട് എവർ ബി ദ പെർഫോമൻസ് മെട്രിക് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് അതിനൊരു ഫയലായിട്ട് പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കണം. ഫോർ ലേറ്റർ നമുക്കതിനെ ലോഡ് ചെയ്യാനും അത് വെച്ച് പ്രഡിക്ഷൻ ചെയ്യാനുമുണ്ടെന്നുണ്ടെങ്കിൽ. സോ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ലൈബ്രറി പിക്കിൾ എന്ന് പറയുന്ന ലൈബ്രറിയാണ്. സോ ആ ലൈബ്രറി വെച്ചിട്ട് നമുക്ക് അതിനെ സേവ് ചെയ്യാം. സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വിത്ത് ഓപ്പൺ ഫയൽ, നോർമൽ ഫയൽ ഓപ്പണിംഗ് തന്നെയാണ് ചെയ്യുന്നത്, അത് ഫയൽ റൈറ്റിംഗ് ഓപ്പറേഷൻ തന്നെയാണ് ചെയ്യുന്നത്. ബട്ട് .pkl എക്സ്റ്റൻഷൻ വെച്ച് സേവ് ചെയ്യും. പിക്കിൾ ഫയൽ എന്നുള്ള രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പേര് കൊടുക്കാം, ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ദെൻ റൈറ്റ് ഓപ്ഷൻ ആണ് വിത്ത് ബൈനറി ഫോർമാറ്റ്, സോ അതുകൊണ്ട് അത് കൊടുക്കുക. ദെൻ അതിനുശേഷം പിക്കിൾ .dum എന്ന് പറഞ്ഞിട്ട് എന്താണോ നമ്മുടെ ബെസ്റ്റ് നമുക്ക് സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ മോഡൽ, ആ മോഡൽ ഒബ്ജക്ട് നെയിം അവിടെ കൊടുക്കണം, നമ്മുടെ ഫയൽ ഹാൻഡിൽ കൊടുക്കണം. ഇത്രയും കൊടുക്കുമ്പോൾ നമുക്ക് model.pickl അല്ലെങ്കിൽ pkl എന്ന് പറയുന്ന ഫയൽ നമ്മുടെ ഹാർഡ് ഡിസ്ക് സ്പേസിലോട്ട് റൈറ്റ് ആവും. നമ്മുടെ കറന്റ് നോട്ട്ബുക്ക് ഡ്രൈവിൽ തന്നെയായിരിക്കും അത് റൈറ്റ് ആവുന്നത്. ആ ഫയലിനെ നമ്മൾ ഫർദർ ലൈക്ക് വെബ് ആപ്പിലോട്ട് നമ്മൾ അതിനെ കൊണ്ടുവരണം. സോ അതിനായിട്ട് നമ്മൾ അതിനെ സ്റ്റാറ്റിക് എന്ന് പറയുന്ന ഫോൾഡറിൽ ആ ഒരു ഫയലിനെ കൊണ്ടുവരണം. ഓക്കെ, സോ ഞാൻ ഓൾറെഡി ഈ ഒരു ഇത് ആക്ച്വലി ഐറിസ് ഡേറ്റ സെറ്റിൽ ചെയ്ത ലൈക്ക് മോഡലിംഗ് ആണ്. സോ നമുക്കറിയാം 4 ഇൻപുട്ട് ആണുള്ളത്: സെപ്പൽ ലെങ്ത്, സെപ്പൽ വിഡ്ത്ത്, പെറ്റൽ ലെങ്ത്, പെറ്റൽ വിഡ്ത്ത്. ദെൻ ഫ്ലവർ ക്ലാസിഫിക്കേഷൻ ആണ്, 3 സ്പീഷീസ് ആണുള്ളത്. നമുക്ക് 4 ഇൻപുട്ട് ന്യൂമറിക് ഇൻപുട്സ് ഉണ്ട്. ഓക്കെ, അതിനുള്ള ഫോംസും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ ചെയ്യണം. സോ ഈ ഒരു സ്റ്റാറ്റിക് ഫോൾഡറിൽ ആ ഫയൽ ഞാൻ കൊണ്ടിട്ടിരിക്കുകയാണ്, ആ ട്രെയിൻ ചെയ്ത ബെസ്റ്റ് മോഡൽ. എനിക്കിപ്പോൾ ലോജിസ്റ്റിക് റിഗ്രഷൻ ആണ് ബെസ്റ്റ് മോഡൽ, ഫൈനൽ മോഡൽ എന്നുണ്ടെങ്കിൽ അത് കൊണ്ടിടുക. അതല്ല വേറെ ആണ് എൻ്റെ മോഡൽ എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടിടുക. ഓക്കെ, സോ ഈ ഒരു കോഡ് ഞാൻ അതിൽ ജസ്റ്റ് അത് ചാറ്റിൽ ഇടാം. ആക്ച്വലി അതിൽ ലാസ്റ്റ് പോർഷൻ മാത്രമേ നിങ്ങൾക്ക് ന്യൂ ആയിട്ട് വരുന്നുള്ളൂ, ആ ഒരു പിക്ലിംഗ് പാർട്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാം. നിങ്ങൾ അതിലേക്ക് ആ ലാസ്റ്റ് പാർട്ട് എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ. ദെൻ ഓക്കെ,
ഞാൻ ആ ഒരു കോഡ് ഓപ്പൺ ചെയ്യാം. ഈ ഒരു ഓറൽസ് ഇതിനെ തന്നെ മോഡിഫൈ ചെയ്യാം, അതായിരിക്കും നല്ലത്. സോ സ്റ്റാറ്റിക്കില് സോ എൻ്റെ ഹോം ഡോട്ട് എച്ച് ടി എം എൽ ഫയൽ ഇതാണ്. ഞാൻ ജസ്റ്റ് നമ്മുടെ എക്സിസ്റ്റിംഗ് ഫയലിനെ ഒന്ന് മോഡിഫൈ ചെയ്യുവാണ്. ഓക്കെ, സോ എനിക്ക് ഈ പറയുന്ന സ്റ്റൈലിംഗ് വേണം. ദെൻ ഓക്കെ, റിമൈനിങ് പാർട്ട് ഒന്നും വേണ്ട. സോ ബേസിക്കലി നമുക്ക് 4 ഇൻപുട്ട് ആണുള്ളത്. സെപ്പൽ ലെങ്ത്, സെപ്പൽ വിഡ്ത്ത്, പെറ്റൽ ലെങ്ത്, പെറ്റൽ വിഡ്ത്ത്. ഓക്കെ, 4 ടെക്സ്റ്റ് ഫീൽഡ് ഞാൻ കൊടുക്കുന്നു. ദെൻ താഴെ ഒരു സബ്മിറ്റ് ബട്ടൺ കൊടുക്കുന്നു. ഈ സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇത് പോകേണ്ടത് റിസൾട്ട് പേജിലോട്ടാണ്. ഓക്കെ, സോ റിസൾട്ട് പേജിൽ എനിക്ക് വേണ്ടത് ജസ്റ്റ് എന്താണ് ആ ഫ്ലവർ എന്താണെന്നൊരു പ്രഡിക്ഷൻ മാത്രമാണ്. സോ റിസൾട്ട് പേജിലെ HTML ടെംപ്ലേറ്റ് ഈ രീതിയിലാണ്. സോ പ്രഡിക്ഷൻ എന്ന് പറയുന്ന പ്ലേസ് ഹോട്ടൽ വേരിയബിളിലായിരിക്കും എനിക്ക് ആ റിസൾട്ട് വരേണ്ടത്. അത് വരുന്നത് എൻ്റെ ആപ്പ് ഡോട്ട് പി വൈ ഫയലിൽ നിന്നായിരിക്കും. ഓക്കെ, ഇനി ആപ്പ് ഡോട്ട് പി വൈയിൽ എന്ത് വേണം നമുക്ക് നോക്കാം. ആപ്പ് ഡോട്ട് പി വൈയിൽ സോ എൻ്റെ ഹോം പേജ് എന്ന് പറയുന്നത് ഓക്കെ, ഇമ്പോർട്ട് പിക്കിൾ വേണം. ഫ്ലാസ്കിന്റെ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് വേണം. ഈ ഒരു സ്റ്റേറ്റ് ഇതിലും കുഴപ്പമില്ല, നംപൈ വേണ്ടി വരും. ബിഫോർ അതിനെ പാസ് ചെയ്യുന്നതിന് മുന്നേ ഒരു നംപൈ അറയായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലാസ്ക് റിക്വസ്റ്റ് റെൻഡർ ടെംപ്ലേറ്റ്. ഓക്കെ, സോ ഇവിടെ ഒറ്റ ലൈനിൽ എഴുതുന്നേ ഉള്ളൂ, വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ദെൻ ഹോം പേജ് നിങ്ങൾ റെൻഡർ ചെയ്യുന്ന ഹോം ഡോട്ട് എച്ച് ടി എം എൽ ആണ്. നിങ്ങൾക്ക് വരേണ്ട പേജ് ഹോം ഡോട്ട് എച്ച് ടി എം എൽ ആണ്. ദെൻ ഇവിടെ നിങ്ങൾക്ക് വരേണ്ടത് റിസൾട്ട് പേജ് ആണ്. ഓക്കെ, സോ റിസൾട്ട് പേജിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആ സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ എഴുതുന്നത്. അതായത് നമുക്ക് ആ ഫോമിൽ നിന്ന് സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഈ അതാത് ID വെച്ചിട്ട് SLA, SW, PLD, PW ഇതാണ് ഞാൻ കൊടുത്തത്. അതിൽ നിന്ന് നമുക്ക് ആ ഡേറ്റ ഫെച്ച് ചെയ്തെടുക്കണം. പക്ഷെ ഫെച്ച് ചെയ്തെടുക്കുമ്പോൾ അത് സ്ട്രിംഗ് ആയിട്ടായിരിക്കും വരുന്നത്. അതിനെ ഇൻഡിജർ ആക്കാൻ വേണ്ടിയിട്ട് ഇൻഡ് ഓഫ് എന്ന് പറഞ്ഞ് ഈ വേരിയബിൾസിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ദെൻ നമുക്ക് ഈ ഫയൽ ഓപ്പൺ ചെയ്യണം, നമ്മുടെ പിക്കിൾ ചെയ്ത ഫയൽ. സോ അത് നമ്മുടെ സ്റ്റാറ്റിക് കോഡിൻ്റെ അകത്ത് ഉണ്ടാവണം. സോ ഓക്കെ, സോ അത് ആ ഒരു പാത്ത് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് പാത്ത് ഡോട്ട് ജോയിൻ കൊടുത്തേക്കുന്നത്. മേ ബി ഈ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റോടെ കൊടുക്കാം. ഓക്കെ, സോ ഇവിടെ ആ ഫയൽ ഇവിടുന്ന് ലോഡ് ആവും. അതായത് വിത്ത് ഓപ്പൺ ആ ഫയൽ പാത്ത് കൊടുക്കുന്നു. റീഡ് മോഡിലാണ് ഓപ്പൺ ചെയ്യുന്നത്. F എന്ന് പറയുന്ന ഹാൻഡിൽ പിക്കിൾ ലൈബ്രറി യൂസ് ചെയ്തിട്ടാണ് ലോഡ് ചെയ്യുന്നത്. പിക്കിൾ ഡോട്ട് ലോഡ് LR മോഡൽ എന്ന് പറയുമ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് നമ്മുടെ ക്രിയേറ്റ് ആവും. അതായത് ട്രെയിൻ ചെയ്ത ഒബ്ജക്റ്റ് നമ്മുടെ കയ്യിൽ ലോഡായി വരും. നമ്മൾ കൊടുക്കുന്ന പേരിൽ തന്നെ ക്രിയേറ്റ് ആവും. ദെൻ ആ മോഡൽ ഡോട്ട് പ്രെഡിക്റ്റ് നമുക്ക് ആ ഒരു അറേ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഔട്ട്പുട്ട് കിട്ടും. സോ അത് നമുക്കൊരു ലൈക്ക് 2D അറേ ആയിട്ടാണ് കിട്ടുന്നത്. അതിനെ 1D അറേ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഓഫ് സീറോ അല്ലെങ്കിൽ അതിന്റെ ഫസ്റ്റ് എലമെന്റ് ഒറ്റ എലമെന്റ് മാത്രം എടുത്താൽ മതി, അതുകൊണ്ട് ഓഫ് സീറോ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. അത് നമ്മുടെ പ്രഡിക്ഷൻ PRED എന്ന് പറയുന്ന വേരിയബിളിലുണ്ട്. അതായിരിക്കും നമ്മൾ പ്രഡിക്ഷൻ എന്ന് പറയുന്ന പ്ലേസ് ഹോൾഡറിലോട്ട് പാസ് ചെയ്യുന്നത്.
ആ പ്രൊഡിക്ഷൻ ആയിരിക്കും ഇവിടെ വരുന്നത്. സോ ഈ ഒരു സ്റ്റെപ്പിൽ നമുക്ക് ഇനി ഇത് ആവശ്യമുള്ളത് വരാൻ ബാക്കിയുള്ളത് സ്റ്റാറ്റിക്കിൻ്റെ അകത്ത് നമ്മൾ ആ ഒരു ട്രെയിൻ ചെയ്ത മോഡൽ കൊണ്ടിടണം. സോ ഞാൻ ജസ്റ്റ് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ള ആ ഫയൽ ഞാൻ കൊണ്ടിടാം. Not templates. Static. Okay. So ഓക്കെ. സോ നമ്മുടെ സീസസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളോട് വന്നിട്ടുണ്ട്. ചെറിയൊരു അലൈൻമെന്റ് ഇഷ്യൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് അതൊക്കെ നമുക്ക് അതിന്റെ സ്റ്റൈലിങ്ങിൽ ഫിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഞാൻ 3 സം ഇൻപുട്ട് കൊടുക്കുവാണ്. സെപ്പൽ ലെങ്ത്, സെപ്പൽ വിഡ്ത്ത്, പെറ്റൽ ലെങ്ത്, പെറ്റൽ വിഡ്ത്തിലും സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യാം. ഓക്കെ, എന്തോ ഒരു ലൈബ്രറി ഇഷ്യൂ ഉണ്ട്. ഓക്കെ, നമുക്ക് ഈ മൾട്ടി അറേ ഫെയിൽ ടു ഇമ്പോർട്ട്. ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ നോക്കാം. ഓക്കെ, വെർഷൻ ഡിഫറൻസ് കൊണ്ടാണ്. എനിക്ക് തോന്നുന്നു ഫയൽ ക്രിയേറ്റ് ചെയ്ത് കുറച്ച് പഴയ വെർഷനിലാണ് നംപയുടെ. പഴയൊരു വെർഷനിലോട്ട് പോകാം. കറന്റ് 2 പോയിന്റ് സംതിങ് എന്തോ ആണ് കിടക്കുന്നത്. ടു പോയിന്റ് 6 ആയിരുന്നു, അത് റിമൂവ് ചെയ്തു. പഴയൊരു വെർഷനിലോട്ട് നമ്മൾ പോയി. ഓക്കെ, സോ ദ റിസൾട്ട് മോഡലിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് ഡയറക്റ്റ് ആ വേരിയബിൾ വഴി നമ്മുടെ ടെംപ്ലേറ്റിലോട്ട് വരുന്നു. സോ ടെംപ്ലേറ്റ് അത് റെൻഡർ ചെയ്ത് നമ്മുടെ ഔട്ട്പുട്ട് കാണിക്കും. സോ ഇത്ര ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബേസിക്കലി ഗ്രാഫ് കാണിക്കാം, ഇമേജസ് കാണിക്കാം, ഇതിനെ കൂടുതൽ ഭയങ്കര ഒരു ഡാഷ്ബോർഡ് പോലെയൊക്കെ ആക്കാം. അതൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, നിങ്ങളുടെ യൂസേജ് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ ബേസിക്കലി സിമ്പിൾ ആയിട്ട് നമ്മൾ ടെക്സ്റ്റ് ഇൻപുട്ട് ട്രെയിൻ ചെയ്ത മോഡൽ അതിന്റെ ലോക്കൽ സെറ്റപ്പിൽ, മീൻസ് നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിലുള്ള ഡീബഗിങ് ആൻഡ് ടെസ്റ്റിംഗ്, ലോക്കൽ എൻവയോൺമെന്റിലെ ഡിപ്ലോയ്മെന്റ് ആണ് കാണിച്ചത്. സോ ജസ്റ്റ് ഒന്ന് വെർഷൻ ചെക്ക് ചെയ്യാം. ഓക്കെ, സോ വെർഷൻ 8 മോഡൽ പ്രഡിക്ഷൻ ഉൾപ്പെടെ ട്രെയിൻ ചെയ്ത മോഡൽ ലോഡ് ചെയ്തിട്ടുള്ള പ്രഡിക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്.